എനിക്ക് നടന്നു വരികയാണ്. തീറ്റയിട്ട കൂടുതലും മീൻ കയറുമെന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം തീറ്റ ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഒക്കെ ഒരുപോലെ തന്നെ. ഇതിനകത്തും പറല കണ്ടോ, നിറച്ച് പറല. ഇത് കണ്ടോ, ഇത് വാലക്കൊടിയും പറലാണ്. ഇതിന് മറ്റുള്ളടത്ത് വേറെ മറ്റുള്ള പേരാ പറയുന്നത്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിത് ഇന്നും കൂട് പൊക്കാൻ വന്നിരിക്കുകയാണ്. മീൻ കൂട്. എന്തെല്ലാം മീനുണ്ടെന്നൊന്നും അറിയാൻ മേല, നമുക്ക് നേരെ പൊക്കാം. പരല് കിട്ടുകയാണെങ്കിൽ നമുക്ക് പരലെടുക്കണം എന്നുള്ള കണക്കൂട്ടിൽ നമ്മളിത് ചരുവത്തിനകത്ത് വല കെട്ടിയത് ചരുവം കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ആ ബോട്ട് പോയതാ, ഇതിനകത്ത് കിടന്നിട്ട് ഓളമുണ്ട്. പരലുണ്ട് കണ്ടോ, അത് നല്ല പരലാണ്. നമുക്കത് എടുക്കാം. ഇത് നമ്മൾ പരൽ എടുക്കുകയാണ്. കാര്യം ഇനിയിപ്പോൾ ഇവിടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പരൽ കിട്ടാൻ മാർഗമില്ലാതാകും. അപ്പം നമുക്ക് ചൂണ്ട കെട്ടാനൊരു മാർഗമില്ലാതാവും. അപ്പം അതുകൊണ്ട് നമ്മൾ പരൽ എടുക്കുക. ഉണ്ടോ, നല്ല പരല. നമുക്ക് വെള്ളത്തിലോട്ടിടാം. അടുത്ത കൂട് നമുക്ക് പൊക്കാം. ഇതിൽ നിന്ന് ഇറങ്ങി വരാനാണ് കടകളിനകത്ത് നമ്മൾ വലിച്ച് കയറ്റിയത് വെള്ളം. ഇത് ഈ കൂടുന്ന് പൊക്കാം. അത് പരല കിടന്ന് ഉണ്ടോ, ഇതും പരലും ഉണ്ട് ചെമ്മീനും ഉണ്ട്. നമുക്ക് പരല് ബക്കറ്റിലിടാം. ഇതിനകത്ത് നമ്മൾ കപ്പ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുണ്ടോ കപ്പ, കപ്പയൊന്നും തിന്നില്ല. ചെമ്മീൻ ഇപ്പോൾ കുറവാണ് തോന്നുന്നു, അറിയാനൊക്കത്തില്ല. ഇടയ്ക്ക് പറ്റുന്ന പരല് എടുക്കുന്നുള്ളൂ. ബാക്കി പരല് ഇതിനകത്ത് തന്നെ ഇടുക. നമുക്ക് ഏത്തയ്ക്കും താറാവിനും കൊടുക്കാം. അത് കണക്കൂട്ടിയാ. അപ്പം ഇതിനകത്തിട്ടേക്കാം. തീറ്റയിട്ട കൂടുതലും മീൻ കയറുമെന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം തീറ്റ ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഒക്കെ ഒരുപോലെ തന്നെ. തീറ്റയിട്ട കൊഞ്ചോ ഒക്കെ കയറും. എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളും അങ്ങ് തീറ്റ ഇടുന്നത്. അതിവിടെ കൂടുന്നു. ഇവിടെ കടകളിൻ്റെ ഒരു പോയി കിടക്കുന്ന ഒരു കൂർവ പോലുള്ള സ്ഥലമാണ്. അവിടെയാണ് നമ്മൾ ഈ കൂട് വെക്കുന്നത്. ഇവിടെ ആകുമ്പോൾ വലിയ ശല്യമൊന്നും ഉണ്ടാകത്തില്ല. മീനും കൂടുതൽ കിട്ടുന്നത് ഇതിനകത്ത് ഉണ്ട്. ഉണ്ടോ, ചെമ്മീനും ഉണ്ട്. പക്ഷെ ചെമ്മീനിപ്പോൾ അങ്ങനെ വലിയതായിട്ട് ഇതിനകത്തൊന്നും കൂടി കണ്ടില്ല.
പറല ആണല്ലോ. ഈ ചൂളിക്കുഞ്ഞിനെ കുത്തിയുണ്ടല്ലോ, ഇത് മറിയുന്ന വിട്ടാൽ വാഹ. ഇപ്പം കുറച്ച് പറലായി. നമുക്ക് ശകലം കുറച്ച് വെള്ളം കൂടെ ഇതിനകത്ത് ചിരിക്കാം. ഈ കൂട് നമ്മൾ ഇവിടെ തന്നെ ഇടുക. നമ്മൾ ഇട്ടിരുന്ന കപ്പ ഇട്ടേക്കാം. ഇപ്പുറത്തൊരു കൂടുണ്ട്. ഇതിനകത്ത് ചെമ്മീനാണ്, പറല് കുറവാണ്. ചെമ്മീനാണ് കൂടുതൽ. കപ്പ എടുക്കാവുന്ന എടുക്കാം. വേണ്ട, ഇതിനകത്ത് ഞാൻ ചെമ്മീനുണ്ട്. ഇതിനകത്ത് പരലില്ലായിരുന്നു, 2-3 പരലേ ഉള്ളായിരുന്നു. അടുത്ത കൂടുള്ള സ്ഥലത്തേക്ക് നമുക്ക് പോവാം. അതിനെ നല്ല കാറ്റ് തുടങ്ങി മഴക്കാറ് കൊണ്ടിട്ടുണ്ട്. നല്ല മഴക്കാറാണ് വെച്ചിരിക്കുന്നത്. 2-3 ദിവസമായിട്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ മഴക്കാറ് വെക്കുന്നുണ്ട്. എന്നാൽ ഇത് മാറി കഴിയുമ്പോൾ നല്ല വെയിലുമാണ്. അടുത്ത കൂടി വെച്ചിരിക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. പറലുണ്ട്, ആരകനുണ്ട്, അട്ടക്കക്കായുണ്ട്. എന്താ, അപ്പം നമുക്കിത് മൊത്തം കുടഞ്ഞ് ബക്കറ്റിലിടാം. എന്നിട്ട് പറലിനെ നമുക്ക് എടുക്കാം. അട്ടക്കക്കായ എടുത്ത് നമുക്ക് കളയാം. കണ്ടോ, മുഴുത്ത അട്ടക്കക്കായ. ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും ഇവിടെ തന്നെ. ഇതിനകത്ത് വാലേക്കൊടിയും പരലാണ്. ഇത് കണ്ടോ, ഇത് വാലേക്കൊടിയും പരലാണ്. ഇതിന് മറ്റുള്ളിടത്ത് വേറെ മറ്റുള്ള പേരാ പറയുന്നത്. പക്ഷെ ഇത് നമ്മൾ ചൂണ്ട കെട്ടാൻ ഉപയോഗിക്കുകയില്ല. ഇത് തന്നെ മുഴുത്തത് കണ്ടോ. ഇതിനകത്ത് നല്ല പരല, നല്ല പരല. ചെറിയൊരു വെള്ളം എഞ്ചിൻ വെച്ച് പോവാണ്. നമുക്ക് കൊഞ്ചൊന്നും കിട്ടിയില്ലല്ലോ. ഇതിനകത്ത് പരലുമുണ്ട്, ആരവനും ഉണ്ട്. ഇല്ല, ഇല്ല. ഇതിനകത്ത് പരൽ നമുക്ക് ഇടാം.
ഇതിനകത്തും പരല വേണ്ടോ, നിറച്ച് പരല. ഇത് നമ്മൾ നേരെ ചരുവത്തിലേക്ക് തന്നെ ഇടുക. ഇതിനകത്ത് 1-2 ചെറിയ മീനുണ്ട്, വേറെ മീൻ. അത് നമ്മൾ പിന്നീട് പരല് ചൂണ്ട കെട്ടാൻ എടുക്കാൻ നേരത്ത് തിരിഞ്ഞ് മാറ്റാമെന്ന് വിചാരിക്കും. ഇവിടുത്തെ കൂടെല്ലാം പൊക്കി കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത കൂട് ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാം. അത് നെയ്ത് ഒരു വള്ളം ഊന്നിപ്പോവാണ്, അതിന് എഞ്ചിൻ വെച്ചിട്ടില്ല. അത് നെയ്ത് വെച്ച് ഇറക്കിയതേ ഉള്ളൂ. അതാണ് അതിൻ്റെ ആ നെയ്യ് വെള്ളത്തിൽ കിടന്ന, അതാണ് ആ വെളുപ്പ് കളർ പോലെ തോന്നുന്നു. വള്ളം ഊന്നിപ്പോവാന്നുള്ളത് ഇപ്പം അപൂർവമാണ്. എല്ലാ വള്ളം എഞ്ചിൻ വെച്ച് പോവാണ്. ഉണ്ടോ സൂപ്പർ സാധനം. ഇത്ര നേരം ഞാൻ വിചാരിച്ച് കൊഞ്ചൊന്നും കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ച്. ഒരു കൊഞ്ച് നമുക്ക് ആദ്യമായിട്ട് ഇന്ന് കിട്ടി. ചാടിപ്പോവും. ഇവിടെ നമ്മൾ 2-3 കൂട് സൈഡിൽ ചുമ്മാ ഇട്ടിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. എല്ലാം ഉണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ ഇവിടെ ഒന്നും കാണാൻ ചാൻസ് കുറവാണ്, കാര്യം സ്ഥിരമായി വല ഇടുന്ന സ്ഥലമാണ്. അപ്പോൾ അത് ചെറിയ കണ്ണുള്ള വലയായിരിക്കും ഇടുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടിനകത്ത് മീൻ കയറാൻ പാടാം. വേണ്ട, ഒരു കൂട് ഇതാണ്. ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഈ കൂട് എടുക്കുക. ഇന്ന് എടുക്കുന്നില്ല, ഈ സമയം പോലെ വന്ന് എടുത്തുകൊണ്ട് പോവുക. അത് 2-3 ചെമ്മീനുണ്ട്, എടുക്കാം. ഈ കൂട് നമ്മൾ എടുക്കുക. ഇത് എലി വെട്ടിയിട്ടുണ്ട്. ഇത് വീട്ടിൽ കൊണ്ടുവന്ന് നമുക്ക് റിപ്പയർ ചെയ്യണം. അങ്ങനെ വെച്ചിരിക്കുന്നുണ്ട്. നമുക്ക് ഇരിക്കാനൊരു സൗകര്യക്കുറവുണ്ട്, സാരമില്ല. നമ്മൾ വീട്ടിൽ കടയിൽ വന്നു ഈ കൂട് നമുക്കിട ആദ്യം ഇത് റിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി കൊണ്ടുവന്ന് വെക്കണം. അപ്പം നമ്മൾ കുറച്ച് പരല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ചൊന്നുമല്ല, കുറച്ച് ഏറെ പരലുണ്ട്. ഒരു പരല് ഉണ്ടോ, ഞാൻ പറഞ്ഞില്ലേ വാലക്കടിയും പരലാണ്. ഒരെണ്ണം ഇതിനകത്ത് പോയത്. വാലക്കടിയും പരല് ചെടയെന്നാണ്, ഇടപ്പെന്നാണ് ചത്തു പോകുന്നത്. നമ്മളറിയാതെ അത് വീണ് പോയത് അതിനകത്ത്. വേണ്ടോ, എല്ലാം ആ ചത്തതെല്ലാം മാലക്കൊടിയും പരലാണ്. അതാണ് അത് ചൂണ്ട് കെട്ടാൻ ഉപയോഗിക്കാത്തത്. ഇന്ന് നമുക്ക് കിട്ടിയ മീൻ പരല് നമുക്ക് ചൂണ്ട കെട്ടാനുള്ള പരല് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് കറി വെക്കാനുള്ള മീൻ ഓക്കെ. ഒരു കൊഞ്ചും നമുക്ക് കിട്ടിയിട്ടുണ്ട്.
എനിക്ക് നടന്നു വരികയാണ്. നാരകനെ ആവശ്യക്കാരേറെയുണ്ട്. കാര്യം ഇത് അക്വേറിയത്തിലിടാൻ അവർ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നാരകം കിട്ടുന്നത് എടുത്തു വെച്ചേക്കണം എന്ന്. അതാണ് നമ്മൾ ജീവനോടെ അതിനെ എടുത്തിടുന്നത്. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.